നമസ്കാരം, ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. കണ്ടകശനി എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് കണ്ടകശനി? ജന്മരാശിയുടെ 4, 7, 10 ഭാവങ്ങൾ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങൾ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയും. അതിൽ 4ാമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ആ 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് പോകുന്നത്. 4ാം ഭാവം വീട്, വാഹനം, അമ്മ, മനസമാധാനം, ഇതിനെയൊക്കെയാണ് ചിന്തിക്കാവുന്നത്. അപ്പോ 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. മനസ്സിനെ ഒരു ഏകാന്തതയോ ഭാരമോ ഒക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. യാത്രകളിലും വാഹനത്തിന്റെ ഉപയോഗത്തിലും ശ്രദ്ധ ആവശ്യമാണ്. ഈ ഒരു സമയത്ത് അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചെസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക്, അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഈ ഒരു സമയത്ത്. അതായത് എന്നാൽ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു വീട് വെക്കാനോ പുതിയ വസ്തു വാങ്ങാനോ ഒക്കെയുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് എന്ത് കാര്യത്തിനാണ് കൂടുതൽ മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ശീലമാക്കേണ്ടതാണ്. മനസ്സിന്റെ ശാന്തത, സമാധാനം എപ്പോഴും നിലനിർത്താനായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഇമോഷൻസിനെയും 4ാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് കൃത്യമായ പ്രാർത്ഥനയും ഒക്കെ ആവശ്യമാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.